Amazfit എന്ന കമ്പനിയുടെ ഒരു പുതിയ സ്മാർട്ട് വാച്ചിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വാച്ച് എങ്ങനെയുണ്ട്, ഇതിന്റെ പ്രൈസിന് ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നേരെ വീഡിയോയിലേക്ക്. ഹായ്, Amazfitന്റെ വാച്ച് ഈ വെർജ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു വാച്ച് നമ്മുടെ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂസർ എക്സ്പീരിയൻസിൽ ഈ വെർജ് ലൈറ്റ് എന്ന വാച്ച് എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ജസ്റ്റ് ഈ ബോക്സിനകത്ത് വരുന്ന കണ്ടന്റ് ഞാനൊന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 1 by 1 ആയിട്ടുള്ള കാര്യങ്ങളും പറയാം. അപ്പോൾ ഇതാണ് Amazfitന്റെ ബോക്സ്. ബോക്സിനകത്ത് നമുക്ക് വാച്ച് ഉണ്ട്, ചാർജിങ് കേബിൾ ഉണ്ട്, കുറച്ച് ഡോക്യുമെന്റേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് കേബിളിലേക്ക് നമുക്ക് നിങ്ങൾ ചാർജിങ്ങിൻ്റെ ഈ ഒരു അഡാപ്റ്റർ അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ ക്രാഡിൽ അതിനകത്തേക്ക് ഈ വാച്ച് ഇങ്ങനെ ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ചാർജ് ചെയ്തെടുക്കാം. 390 mAh ബാറ്ററിയാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫുള്ളായിട്ട് ചാർജ് ചെയ്തെടുക്കാം. അങ്ങനെ ഒറ്റ തവണ ചാർജ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു 10-20 ദിവസം വരെ ഉപയോഗിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. റിയൽ ലൈഫിൽ ഞാൻ ഉപയോഗിച്ച് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു 5 ദിവസം കഴിയുമ്പോഴും ഒരു 75% ബാറ്ററി ഉണ്ട്. ഏറെക്കുറെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 20 ദിവസം തന്നെ അതിനകത്ത് ബാറ്ററി ലൈഫ് കിട്ടുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. GPS ഒക്കെ ഇൻബിൽറ്റ് ആയിട്ടുള്ള വാച്ചാണ്, എന്നിട്ട് പോലും നമുക്ക് 20 ദിവസം വരെ ബാറ്ററി ലൈഫ് ഇതിനകത്ത് കിട്ടുന്നതാണ്. Amazfitന്റെ പല വാച്ചുകളും നമ്മൾ പല പ്രൈസ് റേഞ്ചിലുള്ള വാച്ചുകൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല ബാറ്ററി ലൈഫ് തരുന്ന വാച്ചുകളായിരുന്നു. ഈ ഒരു വാച്ച് മാക്കോട്ടത്തിൽ തന്നെ മികച്ച ബാറ്ററി ലൈഫ് തരുന്ന ഒരു വാച്ചാണ്. ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല സ്റ്റൈൽ ആൻഡ് ലുക്കൊക്കെ ഉണ്ട്. സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഴ്സണലാണ്. എനിക്ക് ഒരു ആവറേജ് ഓക്കെ എന്ന് തോന്നി. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് തോന്നുന്നത്? ഒരു ബെസ്റ്റ് സ്റ്റൈലായിട്ട് തോന്നുന്നുണ്ടോ? അത് പേഴ്സണലായിട്ട് നിങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കാം. ഒരു ഓക്കെ ഡിസൈനാണ് എന്നെ സംബന്ധിച്ച് തോന്നുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ ഒരു പോളി കാർബണേറ്റ് ആണ്, സിലിക്കോൺ മെറ്റീരിയലാണ് സ്ട്രാപ്പൊക്കെ വരുന്നത്. സ്ട്രാപ്പൊക്കെ നല്ല സോഫ്റ്റായ സ്ട്രാപ്പാണ്. അപ്പോൾ അതിനകത്തൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. ഓവറോൾ നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു ബിൽഡ് തന്നെയാണ് ഈ ഒരു വാച്ചിന് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ഒരു ബട്ടൺ കാണാം, പവർ ഓൺ ഓഫ് ചെയ്യാനും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഹോമിലേക്ക് പോകാൻ വേണ്ടി ഹോം ബട്ടൺ ആയിട്ടും നമുക്ക് ഈ ഒരു സൈഡിൽ കാണുന്ന ബട്ടൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് സർക്കിൾ ഷേപ്പിലുള്ള വാച്ചാണ്. അപ്പോൾ ഇതിനകത്ത് AMOLED ഡിസ്പ്ലേ ആണ് മുകളിൽ കാണുന്നത് നമ്മൾ. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സൺലൈറ്റ് യൂസിബിലിറ്റി ആയാലും നോർമൽ യൂസിലായാലും ഒന്നും ഒരു ഇഷ്യൂ ഇല്ല. ഡീസൻ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ AMOLED ഡിസ്പ്ലേ ഉള്ളൊരു വാച്ചാണെന്നുള്ള കാര്യം ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ് ഈ വാച്ചിനെ സംബന്ധിച്ച്. 1.3 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്. 360 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ അടക്കമാണ് ഈ ഒരു വാച്ച് വരുന്നത്. ആൻറ്റി ഫിംഗർ പ്രിന്റ് കോട്ടിങ്ങും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അനേകം വാച്ച് ഫേസുകൾ നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് 2-3 വാച്ച് ഫേസ് മാത്രമേ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുണ്ടാവുള്ളൂ. കൂടുതൽ വാച്ച് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യും. മീ ഫിറ്റ് ആപ്പോ അല്ലെങ്കിൽ സെപ്പ് എന്ന് പറയുന്ന Amazfitന്റെ ആപ്ലിക്കേഷനുമായിട്ടോ നിങ്ങൾക്ക് ഇത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യും. ബ്ലൂടൂത്ത് 5 ആണ് ഇതിൽ വരുന്നത്. അങ്ങനെ നിങ്ങൾ അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനകത്ത് ധാരാളം വാച്ച് ഫേസുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് വാച്ച് ഫേസ് വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഇതിനകത്ത് ഇട്ടുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഫോട്ടോയും ഇതിൻ്റെ വാച്ച് ഫേസിലേക്ക് കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. സോ വാച്ച് ഫേസുകൾ ആവശ്യത്തിനുണ്ട്. അത് കൂടാതെ കസ്റ്റമൈസ്ഡ് വാച്ച് ഫേസ് ഇടാം. അതും വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് വേറെ വാച്ച് ഫേസുകൾ വേണമെങ്കിൽ തന്നെ Amazfit ഈ വാച്ചുകളുടെ കാര്യത്തിൽ ഭയങ്കര ഹിറ്റായ ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി അവരുടെ വാച്ചുകളിലേക്കുള്ള ഫേസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. അതിലൊക്കെ കണ്ടമാനം വാച്ച് ഫേസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇതിനകത്തേക്ക് വാച്ച് ഫേസുകൾ ഇട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സോ വാച്ച് ഫേസുകൾ കൊണ്ട് ഇത് സമൃദ്ധിയാണ് ആ ഒരു കാര്യത്തിൽ ഈ ഒരു Amazfit എന്ന ബ്രാൻഡ്. എന്തായാലും വാച്ച് ഫേസിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഓവറോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം IP68 വാട്ടർ റെസിസ്റ്റൻ്റ് കൂടിയാണ്. സോ പെട്ടെന്നൊന്നും വെള്ളം കയറി നാശമാവുന്ന ഒരു പ്രവണത ഈ ഒരു വാച്ച് കാണിക്കില്ല. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റിയിൽ ബ്ലൂടൂത്ത് 5 ആണ് വരുന്നത്. ആൻഡ്രോയിഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 4.4 എബോ നമുക്ക് എല്ലാ OSലും ഇത് വർക്ക് ചെയ്യും. അതേപോലെ iOSന്റെ വെർഷൻ നോക്കിയാൽ iOS 9 ആൻഡ് എബോ ഇത് എല്ലാ ഫോണുകളിലും സപ്പോർട്ട് ചെയ്യും. ഇനി ഇതിനകത്ത് വരുന്ന സെൻസറുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ PPG ഹെർട്ട് റേറ്റ് സെൻസർ വരുന്നുണ്ട്. അതേപോലെ 3 മൾട്ടി ആക്സിസ് ആക്സലറേഷൻ സെൻസർ വരുന്നുണ്ട്. ആംബിയൻ ലൈറ്റ് സെൻസർ വരുന്നുണ്ട്. GPS ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ GPS ഇതിനകത്ത് തന്നെയുണ്ട്. നിങ്ങൾ ഇപ്പോൾ റണ്ണിങ് അല്ലെങ്കിൽ വാക്കിംഗ് ആ ഒരു ജോഗിങ് ടൈമിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോൺ കയ്യിൽ വേണമെന്നില്ല ഈ ഒരു ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ട്. GPS ഇതിലുള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സെൽഫ് ഇത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അളന്ന് കാണിച്ചു തരും. സോ GPS ഇൻബിൽറ്റ് ആയിട്ട് വരുന്നൊരു വാച്ച് കൂടിയാണ് ഈ Amazfitന്റെ വെർജ് ലൈറ്റ് എന്ന് പറയുന്ന വാച്ച്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ഒരു കൺട്രോൾ സെൻറ്റർ പോലത്തെ സംഗതി വരും. അതിനകത്ത് നമുക്ക് ടോർച്ച് ഫസ്റ്റ് ഐക്കണിൽ നമ്മൾ ഈ ഒരു ടോർച്ചിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ ബ്രൈറ്റ്നസ്സിലേക്ക് വന്ന് ആ ചെറിയൊരു സ്ക്രീനിൽ ചെറിയൊരു ടോർച്ച് പോലെയൊക്കെ അങ്ങ് വർക്ക് ചെയ്യും. അതിൻ്റെ വേറെ ടോർച്ച് സംവിധാനമൊന്നുമില്ല. ആ സ്ക്രീൻ തന്നെ ഒരു ബ്രൈറ്റ്നസ് കൂട്ടി മാക്സിമം ബ്രൈറ്റ്നസ്സിലേക്ക് ഇട്ടുകൊണ്ട് ഒരു ടോർച്ച് പോലെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ബ്രൈറ്റ്നസ് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. D&D എനേബിൾ ചെയ്യാം, പവർ സേവിംഗ് മോഡ് എനേബിൾ ചെയ്യാം, അതേപോലെ ലോക്ക് ചെയ്യാം തുടങ്ങിയ ഓപ്ഷൻസ് ആണ് നമുക്ക് ടോപ്പ് സൈഡിൽ കാണുക. ഇനി താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മെനുവിലേക്ക് വരാം. ഒരുപാട് ഫംഗ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. മ്യൂസിക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം.
ബേസിക്കായിട്ട് പലരും നമ്മൾ ഈ വാച്ചിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുള്ളതാണ് മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റും, ഇതിനകത്ത് പറ്റും. നമുക്ക് ഈസി ആയിട്ട് ആൻഡ്രോയിഡിലും iOSലും ഒക്കെ എല്ലാ മ്യൂസിക് ആപ്ലിക്കേഷനുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഗൂഗിളിൻ്റെ യൂട്യൂബ് മ്യൂസിക്കാണ് പ്രീമിയം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൽ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫോർവേഡ്, അതേപോലെ ബാക്ക്വേഡ്, അതേപോലെ തന്നെ എന്താ പറയുക, സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഇതിനകത്ത് സാധിക്കുന്നു. അപ്പോൾ മ്യൂസിക് കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് പോസിബിൾ ആണ്. പിന്നെ PAI എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്റ്റാറ്റസും കാര്യങ്ങളും, നമ്മുടെ ഫുഡ് സ്റ്റെപ്പ്, അതേപോലെ നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് സിറ്റുവേഷനൊക്കെ അറിയാൻ വേണ്ടി സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് മറ്റൊരു ഫീച്ചർ ഹാർട്ട് റേറ്റ് സെൻസർ. ഞാൻ പറഞ്ഞു ഹാർട്ട് റേറ്റ് സെൻസർ, PPG സെൻസർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ആവറേജ് ക്വാളിറ്റി അവിടെയും നമുക്ക് കാണാം. പിന്നെ വർക്കൗട്ട് പോലുള്ള കാര്യങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് വർക്കൗട്ടിൻ്റെ ഭാഗത്ത് കാണാം. ഔട്ട്ഡോർ റണ്ണിങ്, അതേപോലെ വാക്കിംഗ് ഉണ്ട്, ഔട്ട്ഡോർ സൈക്ലിംഗ് ഉണ്ട്, ട്രെഡ്മില്ലുണ്ട്, ഇൻഡോർ സൈക്ലിംഗ്, ഇലക്ട്രിക്കൽ ട്രെയിനർ, എക്സസൈസുകൾ, അങ്ങനെ ഒട്ടനവധി എക്സസൈസിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ, വർക്കൗട്ടിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ മറ്റുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ദൂരം പോകുന്നുണ്ട്, എന്താ നമ്മുടെ കലോറി ലെവൽ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ വെതറും കാര്യങ്ങളൊക്കെ, കാലാവസ്ഥയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട്. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡേയിൽ മാത്രമല്ല, ഫോർകാസ്റ്റിംഗ് കൂടി അറിയാം. താഴേക്ക് ഒരു 3-4 ദിവസത്തെ ഫോർകാസ്റ്റിംഗ് ഒക്കെ അടിയിൽ ഇങ്ങനെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. സോ വെതർ കൃത്യമായിട്ട് അറിയണമെന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ഒക്കെ അറിയണമെന്നുള്ള ആൾക്കാർക്കും ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മറ്റു നോട്ടിഫിക്കേഷൻ സംവിധാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കോള് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് കാണാം, ആരാണ് വിളിക്കുന്നത് സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക്. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനും കഴിയില്ല. കാരണം ഈ ഒരു വെർജ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു വാച്ച് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സംഗതി സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിലെയാണ്. അതേസമയം ഇതിൻ്റെ വെർജ് എന്ന് പറയുന്ന വാച്ച് ഉണ്ട്, ഇതിനകത്ത് ആ ഫീച്ചറൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനും, ഇതിനകത്ത് മെമ്മറി ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് പാട്ട് പണിഞ്ഞ് കയറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് വെർജിനകത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് 12,000 രൂപയോളം വില വരുന്നതാണ്. പ്രൈസ് കൂടിയ ഒരു വാച്ചാണ്. പക്ഷേ അതിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, വെർജ് ലൈറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സംവിധാനവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ പാട്ട് കേൾക്കാനൊന്നും പറ്റില്ല. പാട്ട് നമുക്ക് ഫോണിൽ വെക്കുന്ന പാട്ടാണ് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വെർജിനകത്താണെങ്കിൽ നമുക്കത് പാട്ടൊക്കെ അതിനകത്ത് തന്നെ വെച്ച് പാട്ട് കേൾക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ വെർജ് ലൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അവക സംവിധാനങ്ങളൊന്നുമില്ല. കോളൊക്കെ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ പോലെ കാണാം, റിജക്ട് ചെയ്യാം, അത്രയും മാത്രം അവിടെ സാധിക്കുള്ളൂ. മറ്റ് മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ട്വിറ്ററിൽ നിന്നോ ഉള്ള മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, വായിക്കാം. മലയാളം സപ്പോർട്ട് ചെയ്യില്ല. യൂഷ്വലി എല്ലാ വാച്ചുകളും, ബഡ്ജറ്റ് റേഞ്ചിലെ പല വാച്ചുകളും കാണുന്ന പോലെ തന്നെ മലയാളം സപ്പോർട്ട് ചെയ്യില്ല. ബട്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാനുള്ള സംവിധാനമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ അലാറം പോലുള്ള ഫീച്ചറുകളുണ്ട്, ഇവന്റ് റിമൈൻഡർ പോലുള്ള സംവിധാനങ്ങളുണ്ട്, ടൈമർ ഉണ്ട്, കൗണ്ട് ഡൗൺ, അതേപോലെ ഫൈൻ മൊബൈൽ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ സെറ്റിംഗ്സിനകത്ത് നമുക്ക് വാച്ച് ഫേസ്, സ്ക്രീൻ ഓൺ ഡ്യൂറേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. ഓവറോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിലെ വാച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന സകല ഫീച്ചേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അമേസ്ഫിറ്റിൻ്റെ ഈ വെർജ് ലൈറ്റ് എന്ന വാച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്ലീപ്പ് മോണിറ്ററിംഗ് പോലുള്ള സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീപ്പിൻ്റെ നിലവാരം എങ്ങനെയുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴൊക്കെ എണീറ്റു, നന്നായിട്ട് ഉറങ്ങിയോ, ഡീപ്പ് സ്ലീപ്പാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻപുള്ള അമേസ്ഫിറ്റ് വാച്ചുകളിൽ കണ്ട പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഏറെക്കുറെ ഞാൻ നോക്കിയിടത്തോണ്ടൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. സോ അത്തരം സ്ലീപ്പ് മോണിറ്ററിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവർക്കും ഈ ഒരു വാച്ചിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ആയ ഫീച്ചേഴ്സൊക്കെ വരുന്നത്. ഏറെക്കുറെ ഫുഡ് സ്റ്റെപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഒരു ആവറേജ് ലെവലിലെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഫൈനലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട്, AMOLED ഡിസ്പ്ലേ ഉണ്ട്, ഇൻബിൽറ്റ് GPS ഉണ്ട്, അതേപോലെ കിടിലം ബാറ്ററി ലൈഫ്, 10-20 ദിവസം വരെ നിൽക്കുന്ന ഒരു നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ എക്സലൻറ്റ് സെറ്റപ്പുമായിട്ടാണ് ഈ ഒരു വാച്ച് വരുന്നത്. സോ ഓവറോൾ ഗുഡ് വാച്ചാണ്. പിന്നെ ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്കൊരു ഇഷ്ടക്കേട് തോന്നി, അല്ലെങ്കിൽ ഒരു കുറവായിട്ട് എനിക്ക് വേണമെങ്കിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തിരി കട്ടി കൂടിയ വാച്ചാണെന്നുള്ളതാണ്. അതായത് ഇത്തിരി കനം കൂടിയ ഒരു വാച്ചാണ് എന്നുള്ളതാണ് എനിക്ക് ഇച്ചിരി തോന്നിയ ഒരു കാര്യമുള്ളൂ. അതല്ലാതെ കണ്ട് ഈ വാച്ചിൻ്റെ ഫംഗ്ഷൻസിലോ ബാക്കി ക്വാളിറ്റിയിലോ ബിൽറ്റ് ക്വാളിറ്റിയിലോ ഒരു കാര്യത്തിലും എനിക്കൊരു പോരായ്മയും തോന്നിയില്ല. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട്. സോ ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു വാച്ച് നല്ല വാച്ച് തന്നെയാണ്. ബട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇത് ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വാച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം കമൻ്റായിട്ട് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4,999 രൂപയാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത്രയുമാണ് അമേസ്ഫിറ്റിൻ്റെ വെർജ് ലൈറ്റ് എന്ന് പറയുന്ന വാച്ചിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.